محفوظ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين. بسم الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നോമ്പെടുത്തവർ ഇങ്ങനെ ഒരു കൈ കാണിച്ചു. ഫസ്റ്റ് വന്നവരും നോമ്പെടുത്തവരും. ഓക്കെ, മാഷാ അല്ലാ. അള്ളാഹുമ്മ പറഞ്ഞേ. അള്ളാഹുമ്മ തഖബ്ബൽ മിന്ന. അള്ളാഹുവെ തഖബ്ബൽ ചെയ്യണേ, ഖുബൂൽ ചെയ്യണേ എന്ന്. നോമ്പ് നോറ്റത് അള്ളാന്റെ കൂലി ഉദ്ദേശിച്ചിട്ടല്ലേ. പാരൻസിന് വേണ്ടി നോമ്പ് നോറ്റ ഒരു കൈവക്ക്. പാരൻസിന് വേണ്ടി നോമ്പ് നോൽക്കേണ്ട കാര്യമില്ല കേട്ടോ. പാരൻസിനല്ല വേണ്ട, നമുക്ക് വേണ്ടി നോമ്പ് നോൽക്കണം. നമുക്ക് വേണ്ടി നോമ്പ് നോറ്റു അല്ലെ. അപ്പൊ ഇന്ന് നോമ്പെടുത്തു. ടയേർഡ് ആയവര് കൈവക്ക്. നല്ല ക്ഷീണം വന്നവര് ആരുമില്ലേ? ഹംദാന് മാത്രമാണ് ടയേർഡ് ആയത്. ബാക്കി എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല അല്ലെ. നോമ്പ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല അല്ലെ. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താ? ഇന്നലെ മീറ്റിങ്ങിന് വന്നവര് കൈപ്പൊക്ക്. ഇന്നലെ മീറ്റിങ്ങിന് വന്നവര് യെസ്റ്റർഡേ. അപ്പൊ ഇന്നലെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? പറ്റുന്നവർ റൈസ് ചെയ്തോ. കൈ ഇങ്ങനെ കാണിച്ചാൽ മതി. സൂം റൈസ് ചെയ്യണ്ട ആരും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ വന്നവരൊക്കെ സൂം റൈസ് ചെയ്യണ്ട. ഇങ്ങനെ കാണിച്ചു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. മഹ്ഫൂസ് തന്നെ പറഞ്ഞു. എന്തല്ല നോമ്പിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ല? എന്തൊക്കെ പാടില്ല എന്നതാണ് ഇന്നലത്തെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം. പിന്നെന്താ റസാൻ? കണ്ണ്, ചെവി, മൂക്ക്. കണ്ണ്, അതായത് നോമ്പ് വയറ് മാത്രം നോമ്പ് നോറ്റാൽ പോരാ, വായ മാത്രം നോമ്പ് നോറ്റാൽ പോരാ. കണ്ണ് നോമ്പ് നോൽക്കണം. കാണാൻ പാടില്ലാത്തത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, പറയാൻ പാടില്ലാത്തത് പറയരുത്. ഇതാണ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം റസാൻ. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് നമ്മള് പിന്നെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ അധികം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തിനാ നോമ്പ് എന്ന് ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല? ഓർമ്മ ഉണ്ടോ? എന്തിനാണ് നോമ്പ് എന്ന് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിൽ ഒരായത്ത് ഓതിയിട്ട് ഒരാളും മറുപടി. എനിക്ക് ഒന്ന് അമ്മ എന്ന് പറഞ്ഞ കുട്ടിയാന്ന് തോന്നുന്നു. ലഅല്ലക്കും, ബാക്കി ആർക്കാ പറയാൻ പറ്റുക? കുത്തിബ അലൈക്കുമുസ് സിയാമു. ആർക്കെങ്കിലും അറിയോ ലഅല്ലക്കും കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത്? എന്തിനാ നോമ്പ് എന്നുള്ളത്? ക്വസ്റ്റ്യൻ, കോമൺ ക്വസ്റ്റ്യൻ നിങ്ങളോട്. നോമ്പ് നോറ്റ നിങ്ങളോട് എന്തിനാണ് നോമ്പ്? ആൻസർ ഉണ്ടോ? മഹ്ഫൂസ്. കൂലി കിട്ടാൻ. കൂലി കിട്ടാൻ. അതായത് ഒരു കമ്പനിയിൽ, ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ അല്ലെ, ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാലറി കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ കൂലി കിട്ടാൻ വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത് എന്നാണ് മഹ്ഫൂസ് പറഞ്ഞത്. ജാസില്? തഖ്വ പുലർത്താൻ. തഖ്വ ഉണ്ടാകാൻ. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനിയില്ലാത്ത ആൻസറുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൻസർ അള്ളാഹ് ഖുറാനിൽ പറഞ്ഞു തഖ്വ ഉണ്ടാവാനാണെന്ന് അല്ലേ. ഓക്കെ, മുസ്ലിങ്ങളൊക്കെ കൈപൊക്കിയേ. ഓ, ഇഷാൻ ഞെട്ടിപ്പോയി അല്ലെ. ഇഷാൻ എന്താ ഞെട്ടിപ്പോവാൻ കാരണം? അത് ഞാൻ വിചാരിച്ച ഇതിലുള്ള എല്ലാരും മുസ്ലിം. എല്ലാരും മുസ്ലിങ്ങളായിട്ടുള്ള ഒരു മീറ്റിംഗിൽ മുസ്ലിങ്ങളൊക്കെ കൈപൊക്കിയെന്ന് പറഞ്ഞപ്പോ ഇഷാൻ ഒന്ന് ഞെട്ടിപ്പോയി. ഇങ്ങനെ എന്താ പോയി പറയുന്നത് എന്ന് അല്ലേ. ഓക്കെ ഓക്കെ, ആൻസ് ഡൗൺ. എല്ലാരും മുസ്ലിങ്ങളാണ്, ശരിയാണ് അല്ലെ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങളുടെ വാപ്പന്റെ പേര് അറിയുന്നവരൊക്കെ കൈപൊക്ക്.
എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ബാപ്പാന്റെ പേരറിയാത്ത കുട്ടികൾ ഉണ്ടാവുമോ? ശരി, ഹാൻഡ്സ് ഡൗൺ. എല്ലാവർക്കും അറിയാം. ബാപ്പന്റെ പേര് അറിയുന്ന ഒരു കൈബുക്ക്. ഗ്രാൻഡ് ഫാദർ. ഇഷാൻ പറഞ്ഞോ. മുഹമ്മദ്. ഫുആദ്. മുഹമ്മദ്. അപ്പൊ നിങ്ങൾ രണ്ട് ഉപ്പമാരും ഒന്നാ. ആതിഫ്. സലാം. ഓക്കെ. അയാൻ. സെയ്തലവി. ഇനിയാണ് അടുത്ത രസമുള്ള ചോദ്യം. ബാപ്പാന്റെ പേര് അറിയുന്ന ഒരു കൈബുക്ക്. ജാസിലെ. ഹൈദ്രോസ്. അപ്പൊ ബാപ്പന്റെ ഹൈദർ. ഹൈദറാണോ ഹൈദ്രോസ് ആണോ? ഉറപ്പില്ല. ശരി, വേറെ ആർക്കും അറിയാം? അയാൻ. ഇമ്പിച്ചി അഹമ്മദ്. ഇമ്പിച്ചി അഹമ്മദ്. വാപ്പന്റെ പേര് അറിയാത്ത ഒരു കൈബുക്ക്. മൂന്നാമത്തെ വാപ്പട്ടോ, നിങ്ങളെ വാപ്പയല്ല, ആ വാപ്പന്റെ വാപ്പയല്ല, തേർഡ് വാപ്പ, ഗ്രാൻഡ് ഫാദറിന്റെ വാപ്പന്റെ പേര് അറിയാത്തൊരു കൈബുക്ക്. ഒന്ന് ഉമ്മാനോട് ഉപ്പനോട് ചോദിച്ചിട്ട് വേഗം വാ. വാപ്പാന്റെ പേരെന്താ? അല്ല വാപ്പാന്റെ പേരെന്താ ചോദിച്ചിട്ട് വേഗം വാ. കിട്ടിയൊരു കൈബുക്ക്, ചോദിച്ചിട്ട് കിട്ടിയൊരു കൈബുക്ക്. കിട്ടിയാ? ഫുആദിന് കിട്ടി. പറയും. എന്താണ്? എന്താടാ? മൊയ്തീൻ. എന്തോ പറയുന്നുണ്ട്. റിസ്വാന ഫോണ് ചെരിച്ചു വെക്ക്, ലാൻഡ്സ്കേപ്പിൽ വെക്ക്. പറയും. എന്താടാ? സെയ്ദ്. സഈദ്. ശരിക്കും ഈ പേരുകളൊക്കെ നല്ല രസമായിരിക്കും. വാപ്പാന്റെ മേലോട്ടുള്ള വാപ്പൊക്കെ പേര് നമ്മള് അബൂബക്കറിന് എങ്ങനെ പറയാ അറിയോ? അബൂബക്കറിന് എങ്ങനെ ഷോർട്ട് ചെയ്ത് പറയാ? ആർക്കറിയാ? പോക്കർ. പോക്കർ അല്ല. പോക്കർ ഉണ്ടോ അറിയില്ല. ഔക്കർ എന്ന് പറയും അല്ലെ? ഔക്കർ എന്ന് പറയും. അബൂബക്കർ എന്നുള്ളതിന് ഔക്കർ എന്ന് പറയും. അങ്ങനെ പേരൊക്കെ ഷോർട്ട് ചെയ്ത് പണ്ടത്തെ ആളുകളുടെ പേരൊക്കെ നല്ല മുഹയ്യദ്ദീന്റെ ഷോർട്ട് ആയിരിക്കലും അറിയോ? എൻ്റെ വീട് മുക്കത്താണ്. മുക്കത്ത് ഒരു ഫേമസ് ആയ ഒരാളുണ്ട്, മുഹയ്യുദ്ദീൻ എന്ന് പറയുന്ന ആള്. മുഹയ്യുദ്ദീന്റെ ഷോർട്ട് എന്താണ്? അറഫ. മുഹിദ്. നോ, മുഹയ്യുദ്ദീൻ ഷോർട്ട് എന്തായിരിക്കും? ഗസ് ചെയ്ത്. ഹുദ. മൊയ്തീന്. എന്റെ നാട്ടിൽ മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ പേര് ശരിക്ക് വരിക മുഹയ്യുദ്ദീൻ. അങ്ങനെ മൊയ്തീനെ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിച്ച് പേര് അബൂബക്കർ എന്ന് വിളിക്കുന്നതിന് നല്ല എടാ ഔക്കർ എങ്ങോട്ട് വാടാ എന്ന് പറയുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഷോർട്ട് ചെയ്ത് പോകുന്നത്. ശരിക്കും അങ്ങനെ വിളിക്കാൻ പാടില്ല, മീനിങ് മാറിപ്പോവും. എല്ലാ മീനിങ് മാറിപ്പോവും അല്ലെ? പ്രത്യേകിച്ച് അറബിക് നെയിംസ് മാറിയാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ. കെൽബ് എന്താണ്? കെൽബ് എന്താ അറിയുന്ന ഒരു കൈവക്ക്? അറബിയിൽ കൽബ് എന്നുള്ള വാക്ക് എന്താന്ന് അറിയുന്നവര്? കെൽബ് എന്താ? ഷെസാദ്. ഹൃദയം. അല്ല. കെൽബ് എന്താണ്? കെൽബ്. മുനീബ്. നായ, ഡോഗ്. കെൽബ് എന്ന് പറഞ്ഞ. അപ്പൊ കെൽബ് എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഷെസാദ് ഹൃദയം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല? ചെറിയൊരു വാക്കിന്റെ ചെറിയൊരു വ്യത്യാസം മതി ഒരു പേരൊക്കെ മാറി വിളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കെൽബ് എന്നുള്ളത് കൽബ് എന്ന് പറഞ്ഞാല് ഹൃദയാണ്. കെൽബ് നായാണ് അല്ലെ? മലയാളത്തിലൊരു പാട്ട് തന്നെ, എന്റെ കെൽബിലെ വെണ്ണിലാവു നീ. ആ പാട്ട് തന്നെ വരുമ്പോ കെൽബാണ് പറയാ, എന്റെ നായ എന്നുള്ള മീനിങ് വരിക. അപ്പോ ആ പാട്ട് പാടിയ ആള്, എനിക്കറിയില്ല, ആ പാട്ട് പാടിയ ആള് കൽബ് കാഫ് പറഞ്ഞിട്ടില്ല. കാഫ് പറയാത്തിടത്തോളം അത് നായ എന്നുള്ള മീനിങ് തന്നെയാണ് വരിക. എന്ന് വെച്ചാൽ ഒരു വാക്ക് വ്യത്യാസം പ്രശ്നമാണ്. അപ്പൊ ബാപ്പാന്റെ പേര് അറിയില്ല. ഇനി നാലാമത്തെ ചോദിക്കട്ടെ. ഉപ്പാന്റെ ഉപ്പ ആർക്ക് കിട്ടും? ഫോർത്ത് ഫാദർ. ഫാദറിന്റെ ഫാദർ. ആർക്കെങ്കിലും കൈവക്ക്. പടച്ചോനെ, അതും കിട്ടുവാനെ. അബൂബക്കർ ഹാജി.
സത്യം പറയുന്നത് അതോ വേറെ വെറുതെ ഒരു പേര്? സത്യം എന്റെ ഉപ്പ എന്നോട് ഇപ്പൊ പറഞ്ഞത് 4 അബൂബക്കർ ഹാജി. ഫാദറാണേ. ഓക്കെ, ശരി, ഒരാൾക്ക് കിട്ടി, മാഷാ അല്ലാ. സാധാരണ കിട്ടലില്ല, ആരും അങ്ങനെ ഓർത്തു വെക്കലൊന്നും ഇല്ല. വേറെ ആർക്കെങ്കിലും അറിയാം? ആർക്കെങ്കിലും അറിയെങ്കിൽ കൈ പൊക്ക്, റേസ് ചെയ്യേണ്ട കൈ പൊക്ക്. എങ്ങനെ കാണിച്ച വീഡിയോയില്? ആ, ആർക്കെങ്കിലും അറിയെങ്കിൽ കൈ ഇങ്ങനെ കാണിക്ക്. 4ാമത്തെ ബാപ്പാന്റെ പേര് വേണേ ചോദിച്ചോ, വീട്ടിൽ പോയി ചോദിച്ചോ, ഉപ്പാനോട് ഉമ്മാനോട് ചോദിച്ചോ. ബാപ്പന്റെ 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 ബാപ്പ ആരാ ബാപ്പ അല്ലെ? അങ്ങനെ ബാപ്പനോട് ചോദിക്കുക. 4 ബാപ്പ അല്ലെ? ഫൈസ. ആ, കുഞ്ഞുമോനാജി. കുഞ്ഞിമോനാജി. ആ, ഉണ്ടല്ലേ. പണ്ടത്തെ പേരുകളൊക്കെ അങ്ങനെ വരും, കുഞ്ഞിമോനാജി, ബാപ്പുട്ടി ഹാജി. പിന്നെ ഹാജി എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? ഒരുവിധം ഹജ്ജ് ചെയ്തവരൊക്കെ ഹാജി. ഹജ്ജ് ചെയ്തവർക്ക് ഹാജി എന്ന് പേരിടാൻ പാടുണ്ടോ? നിസ്കരിക്കുന്നവർക്ക് മുസ്ലിയാർ എന്ന് പറയും. മുസ്ലിയാർ എന്ന് കേട്ടവരൊക്കെ കൈവക്കി. മുസ്ലിയാർ മുസ്ലിയാർ എന്ന് കേട്ടവർ കൈവക്ക്. മുസ്ലിയാർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? മുഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ എവിടെന്നെങ്കിലും നിങ്ങൾ കേട്ടവരൊക്കെ കൈവക്ക്. എന്താണ് മുസ്ലിയാർ എന്ന് അറിയോ? അറിയുന്നവർ കൈവക്ക്. മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയുന്നവർ കൈവക്ക്. ഹാജി എന്ന് പറഞ്ഞാൽ അറിയുന്നവർ കൈവക്ക്. ഹാജി, ഹാജി എന്ന് പറഞ്ഞാൽ എന്താടാ ആതിഫ്? ഹാജി എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജ് ചെയ്തവർ. ഹജ്ജ് ചെയ്തവര്. അപ്പൊ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും അറിയില്ലേ? ഹിബ. ഉസ്താദ്. ഉസ്താദിന് ഉസ്താദല്ലേ പറയാ? ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് എക്സ്പേർട്ട് ആയവർ ഉസ്താദ് എന്നാ പറയാ. ഗൾഫിലൊക്കെ പൊറാട്ട അടിക്കുന്ന ആളുകൾ, നല്ല മാസ്റ്റർ പൊറാട്ട അടിക്കുന്ന ഷെഫൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉസ്താദ് എന്നാ പറയാ. എന്നുവെച്ചാൽ ഒരു കാര്യത്തിന്റെ എക്സ്പേർട്ടിനെയാണ് ഉസ്താദ് എന്ന് പറയാ. ടെക്നീഷ്യൻ. കാറൊക്കെ പിന്നെ കാറ് പിന്നെ മെക്കാനിക് ഷോപ്പിലേക്ക് പോയാൽ അവിടെ ഒരു മെയിൻ ഉസ്താദ് ഉണ്ട്. എന്ന് വെച്ചാൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ട് അതിന്റെ എക്സ്പേർട്ട്. അത് എക്സ്പേർട്ട് ചെയ്ത ആള് മറ്റുള്ളവരെ ടീച്ച് ചെയ്യുന്ന ഒരു ഉസ്താദ്. അതിന് ആ ഒരു ടേമേ ഉള്ളൂ. പക്ഷെ മുസ്ലിയാർ എന്താണ്? മുസ്ലിയാർ ആർക്കാ അറിയാ? അയാനെ? മുസ്ലിമീങ്ങള്. മുസ്ലിമീങ്ങളൊന്നുമല്ല മുസ്ലിയാർ. ഈ സൂം റൈസ് ചെയ്യല്ലേ, സൂം റൈസ് ചെയ്യണ്ട, നിങ്ങൾ കൈ കാണിച്ചാൽ മതി വീഡിയോയില്. നാസിൻ. ആരാ കിട്ടി? റസാൻ കിട്ടി. നാസിൻ എവിടെ? പറഞ്ഞോ, പറഞ്ഞടാ. നിങ്ങൾ ഈ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൈ ഒന്നും കാണിക്കണ്ട, ഞാൻ അൺമ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടാ. നിസ്കരിക്കുന്നവൻ. യെസ്, നിസ്കരിക്കുന്നവരാണ് മുസ്ലിയാര്. അപ്പൊ മുസ്ലിയാരൊക്കെ കൈപൊക്കിയേ. നിങ്ങളൊക്കെ മുസ്ലിയാരല്ലേ? നിങ്ങളെ പേരിനോട് ചേർത്തിട്ടൊന്ന് പറഞ്ഞേ. റസാൻ മുസ്ലിയാര് പറഞ്ഞേ. റസാൻ മുസ്ലിയാര്. അറഫ മുസ്ലിയാര് പറഞ്ഞേ. അറഫ മുസ്ലിയാരെന്ന്. മീ. ആ, മീ പറ. അവന് നാണം തോന്നുക. ഓക്കെ, അപ്പൊ ഇനി ലേഡീസിന് എന്താ പറയാന്ന്? മുസ്ലിയാരിച്ചി എന്ന് പറയേണ്ടി വരും അല്ലെ? സ്വല്ല. മുസല്ല എന്ന് കേട്ടോ നിങ്ങള്? മുസല്ല. വീട്ടിൽ മുസല്ല ഉള്ളവരൊക്കെ കൈപൊക്ക്. വീട്ടിൽ മുസല്ല ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുസല്ല എന്തിനാ? മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലത്തെയാണ്. ആ പായ, നിസ്കാര പായക്കാണ് ഒരാൾ അയാനത് മുസല്ല എടുത്ത് പൊക്കുന്നത്. മുസല്ല എടുത്ത് പൊക്കാനല്ല പറഞ്ഞത്. മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലം. ഓക്കെ, റൈറ്റ്. അതുപോലെ മുസ്ലിയാര് എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്ന ആളിന്. അതുപോലെ ഹാജി, മുസ്ലിയാര്. അപ്പം നോമ്പുകാരൻ നമ്മളിപ്പോ എന്ത് പറയും? സ്വാമി എന്ന് പറയേണ്ടി വരും. സ്വാമം എടുക്കുന്ന ആള് സ്വാമി അല്ലേ? ശരിയല്ലേ? അല്ലേ? നോമ്പെടുക്കുന്ന ആളെ സ്വാമി എന്ന് പറയണ്ടേ? സ്വവും എന്ന് പറഞ്ഞാൽ നോമ്പ്, അറബിയിൽ സ്വാവും അല്ലെ? ഇന്നി സായും എന്ന് പറയും, നമ്മൾ നോമ്പ് എടുക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ സ്വാമി എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ടേം ഒന്നും ആവശ്യമില്ല. അത് ബാപ്പന്റെ പണ്ട് കാലത്തെ ആളുകൾ അങ്ങനെ ഹാജി, ഉംറ ചെയ്യുന്നവരെ ഒമരി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉംറ ചെയ്യാൻ പോയി മക്കയെ പോയവര് കൈവൊക്കെ. കാബ കണ്ടവര്, മക്ക പോയവരൊക്കെ കൈവൊക്കെ. മക്കത്ത് പോയവര്, കാബ കണ്ടവര്, മദീനത്ത് പോയവര് കുറച്ച് പേരേ ഉള്ളൂ അല്ലെ? ഓക്കെ, അവർക്കൊക്കെ അറിയാം അല്ലെ? അപ്പൊ അവരെ അങ്ങനെ മക്കീന്നോ ഒമരീന്നോ ഒന്നും പേരിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ 4. അപ്പൊ 4ആണ് ഇപ്പൊ നമ്മളെ റെക്കോർഡ്. 4 ബാപ്പനെ അറിയുന്ന ഒരു കുട്ടി ഇതിലുണ്ട്, അയാൻ അല്ലെ? 5. 5ാമത്തെ ബാപ്പാന്റെ പേര് അറിയുന്ന ഒരു കൈബുക്ക്. ബാപ്പനോട് പോയി ചോദിക്കുക, ബാപ്പന്റെ പേരെന്താണ് അല്ലെ? 5 ബാപ്പ കിട്ടൂല, സാധ്യത ഇല്ല. വെറുതെ പറയാ, വെറുതെ ഓരോ പേര് പറയായിരിക്കും. ഹംസ. എന്റെ ഉപ്പ ഇപ്പൊ പറഞ്ഞത് ഹംസ. അള്ളാഹലോ. ചിലരൊക്കെ ഈ കുടുംബസംഗമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നോട്ട് ചെയ്ത് കുടുംബമൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അത് കിട്ടുള്ളൂ.
ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനാ ചോദിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ബാപ്പാന്റെ പേരെന്താ? ബാപ്പന്റെ 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 ഫസ്റ്റ് ഫാദറിന്റെ പേര് മുനീബെ എന്താണ്? ആദം. 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 അപ്പോ മുനീബിന്റെ ബാപ്പന്റെ 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 ഫസ്റ്റ് ബാപ്പന്റെ പേര് ആദം, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അലിയെ നിന്റെയോ? നിന്റെയോ പറ. നിന്റെ ഫസ്റ്റ് ഉപ്പാന്റെ പേരെന്താ? ആദ്യത്തെ വാപ്പ. ആദമു. ആ എന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും, ഇപ്പൊ ഇവിടെ 53 പേരുണ്ട്. കുറെ പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഓൺ ചെയ്ത് ഇരിക്കട്ടോ, എന്നാലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നെ കാണാനും എനിക്ക് നിങ്ങളെ കാണാനും പറ്റുള്ളൂ. വീഡിയോ ഓൺ ചെയ്തിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫാദർ ആരാണ്? ആദം അലൈഹിസ്സലാം. ആദം നബിയുടെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ആദം നബിയുടെ മോനാണോ അല്ലേ? ക്വസ്റ്റ്യൻ. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഇങ്ങനെ എണീറ്റിരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ക്വസ്റ്റ്യന്റെ ആൻസർ ആരാ പറയാം? ആദം നബിയുടെ മോനാണോ ക്രിസ്ത്യാനോ റൊണാൾഡോ? റിസ്വാൻ പറയും. ആണോ? ആണ്. അപ്പൊ മെസ്സിയോ? മെസ്സി അങ്ങനെയാണ് അല്ലേ? അപ്പൊ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ആദം നബിയുടെ മോനാണോ? ആണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും, രണ്ട് കാലിൽ നടക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റ് എല്ലാ മനുഷ്യന്മാരും, ചൈനക്കാരും അല്ലെ, യൂറോപ്പിലുള്ളവരും പാകിസ്ഥാനിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഒക്കെ ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. ഇതല്ലേ സത്യം? അതല്ലേ സത്യം? അതാണ് സത്യം. ഓക്കെ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. ഇതാണ് സത്യം. അല്ലാതെ സ്കൂളിൽ നിന്ന് നിങ്ങൾ എന്താ പഠിച്ചത്? സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണോ സത്യം? സ്കൂളിൽ നിന്ന് എന്താ പഠിച്ചത്? ആദ്യത്തെ വാപ്പ ഈസ് എ മങ്കി, കൊരങ്ങനായിരുന്നു അല്ല? അങ്ങനല്ലേ നിങ്ങൾ പഠിച്ചത്? അല്ലേ? ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിച്ചത്. ചിരിച്ച് 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 ക്ലാസ്സിൽ നിന്ന് ചിരിച്ച് പറഞ്ഞ് ചിരിച്ച് 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 അല്ലേ? ബയോളജി ക്ലാസ്സിലോ ഒക്കെ എങ്ങാനും ആണ് ഡാർവിൻ തിയറി പഠിച്ചിരുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ പഠിക്കും, പണ്ടൊരു കുരങ്ങനായിരുന്നു, പിന്നെ വാല് പോയി, അത് പോയി എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന ടീച്ചർക്കും ഒരു അത്യാവശ്യം സെൻസ് വേണ്ടേ? കുട്ടികളും ചിരിച്ച് 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 അല്ലേ? കുരങ്ങനാണ് നമ്മുടെ പൂർവ്വപിതാവ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അതിൽ പഠിക്കുകയാണ് അല്ലേ? കുരങ്ങനാണോ വല്യപ്പ? അമ്മാറെ, അമ്മാർ, അയാൻ കുരങ്ങനാണെന്നുള്ള ഒരു കൈവക്ക്. ഞാൻ വെക്കൂല. എന്താ? ഇല്ല. അപ്പൊ അത് തെറ്റായ ഒരു തെറ്റായ എഡ്യൂക്കേഷൻ ആണ്, തെറ്റായ രീതിയാണ്. കുരങ്ങനൊന്നും അല്ല, മനുഷ്യൻ തന്നെ ആയിരുന്നു. പക്ഷേ ആദ്യത്തെ മനുഷ്യൻ ഉണ്ടായത് ഇവിടെയല്ല. അത് എവിടെയാണ്? ആദ്യത്തെ മനുഷ്യൻ എവിടെ ഉണ്ടായത്? ഭൂമിയിലല്ല, ഈ പ്ലാനറ്റിലല്ല. എവിടെ ഉണ്ടായത്? സ്വർഗത്തിലാണ് അല്ലേ? എന്തുകൊണ്ടാ അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കിയ ആദം നബി എങ്ങനെയാണ് ഭൂമിയിൽ എത്തിയത്? കഥ നിങ്ങൾക്കറിയോ? കഥ അറിയോ? ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്, ആ കഥ അറിയുന്നവരൊക്കെ കൈവക്ക്. നമ്മുടെ വല്യപ്പ എങ്ങനെ ഭൂമിയിലെത്തി? പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടായി അവിടെ നിങ്ങോട്ട് അല്ലേ? പണിഷ്മെന്റ് കിട്ടി പോന്നതാ. എന്തായിരുന്നു ആ പണിഷ്മെന്റ് കിട്ടാനുള്ള സിറ്റുവേഷൻ? ആ കഥ അറിയുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ പേജിൽ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ അങ്ങനെ തുടങ്ങുന്ന ആയത്തിൽ പറയുന്ന അവിടുന്ന് കഥ, ആദ്യത്തെ കഥ, ഖുർആനിലെ ആദ്യത്തെ കഥയാണ്. ഈ വേൾഡിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റോറി ഏതാണ് ഈ വേൾഡിലെ? കഥാപുസ്തകം വായിച്ചവരൊക്കെ കൈബുക്ക്. ഏതെങ്കിലും ഒരു സ്റ്റോറി ബുക്ക് വായിച്ചവർ കൈബുക്ക്. ഓക്കെ, ഇഷാന്റെ വായിച്ച സ്റ്റോറിയുടെ പേര് പറഞ്ഞേ. ഒരു കുറുക്കന്റെ ഏതോ ഒരു കഥ ഉണ്ടായിരുന്നു, കൊറേ കഥയുള്ള ഒരു ബുക്ക്. കുറുക്കന്റെ കഥയാണ് വായിച്ചത്, മനുഷ്യന്മാരുടെ കഥയല്ല, കുറുക്കന്റെ കഥ. വേറെ ആരെങ്കിലും കഥാപുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചൊരു കഥയുടെ പേര് പറയാൻ കഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈബുക്ക്. ഫൈസ 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 അഷ്റഫ്, അതാ കൈബുക്ക് അങ്ങോട്ട് അടിപിടി ഉണ്ടാക്കാണ്. ഇങ്ങോട്ട് നോക്ക്, ആരാണ്? സിയ,
ആരാ റേസ് ചെയ്തത്? ഹുദ. ഒരു കഥയുടെ പേര് പറഞ്ഞേ. കാക്കച്ചിന്റെ കഥ. അയാൻ ഏത് കഥയെ വായിച്ചേ? ഞാൻ ജിയോമെട്രി എന്ന് പറഞ്ഞ ഒരു എലീന്റെ കഥ അയച്ചത്. ഈ മനുഷ്യന്മാരെ കഥ ആരും വായിച്ചില്ലേ? എല്ലാവരും പുലി, പൂച്ച, നായ. മനുഷ്യന്മാരെ കഥ വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഹ്യൂമൻ സ്റ്റോറി, മനുഷ്യന്മാരുടെ കഥ വായിച്ച നിങ്ങൾ കഥയൊന്നും വായിക്കുന്നത്? ഒരു കഥയില്ലാത്ത കുട്ടികളല്ലേ നിങ്ങൾ എല്ലാവരും? ഒരു കഥയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ വെച്ചാൽ ഒരു ഡബിൾ മീനിങ് ഉണ്ട് അല്ലേ? ആതിഫ് വായിച്ച കഥ ഏതാ? ദി ഐലൻഡ് ഓഫ് അഡ്വെഞ്ചർ. അതിലെന്താ സ്റ്റോറി? ഒരാള് ബോട്ട് എടുത്തിട്ട് വേറൊരു ഐലൻഡിലേക്ക് വന്നു. ഐലൻഡ് സ്റ്റോറി അല്ലേ? നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അലിഫ് ലൈല കേട്ടിട്ടുണ്ടോ? അറബ് ലിറ്ററേച്ചറിൽ വരുന്ന പിന്നെ 1001 രാവുകൾ എന്ന് പറഞ്ഞ കഥയുണ്ട്. നിങ്ങൾ ഈ കഥ ഒന്നും കേട്ടിട്ടേ ഇല്ല? ആലിബാബയും 40 കള്ളന്മാരും കേട്ടിട്ടുണ്ടോ? അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഒരു വിളക്കുണ്ടാവും അല്ലെ? അതിങ്ങനെ ചെറുണ്ടുമ്പോൾ ഒരു ഭൂതം വരും, എന്നിട്ട് എന്ത് വേണേലും കൊടുക്കും. ഇതൊക്കെ സ്റ്റോറി. 1001 രാവുകൾ, ആ സ്റ്റോറി 1001 സ്റ്റോറിയാണത്. രസകരമായ സ്റ്റോറികളാണ്. അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. അതാണ് ഏറ്റവും ഈ വേൾഡിലെ തന്നെ ഏറ്റവും ക്ലാസിക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്കാവുന്ന ഒരു സ്റ്റോറീസ് ആണത്. സിദ്ബാദിന്റെ കപ്പൽ യാത്ര. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് 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 പിന്നെന്താ അത്ഭുതങ്ങളുള്ള കുറെയൊക്കെ ഉള്ള കഥകളൊന്നും അല്ല കേട്ടോ, നടന്ന കഥകളൊന്നും അല്ല. അലിബാബയും 40 കള്ളന്മാരും ഉള്ള സ്റ്റോറിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കഥയും ആരും പറഞ്ഞുതരില്ലേ? പേടിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞുതരില്ലേ? ജിന്നിന്റെ കഥ, വീട്ടിൽ ജിന്ന് വന്നു, അങ്ങനെ കേട്ടിട്ടുണ്ടോ? കള്ളം കയറിയ കഥ, നടന്ന കഥ അറിയുന്ന ഒരു കൈബുക്ക്, നടന്ന കഥ അറിയുന്ന ഒരു കൈബുക്ക്, ഏതെങ്കിലും ഒരു കഥ. ഇപ്പൊ എന്റെ നാട്ടിലൊരു കഥ നടന്ന്, ഒരു വീട്ടിൽ സ്വർണം കട്ടുപോയി, കള്ളം കട്ടുകൊണ്ടുപോയി. ഓക്കെ, ഒരു പാവപ്പെട്ട വീടാണ്. എന്നിട്ട് ഓട് പൊളിച്ച് കള്ളം വന്ന് സ്വർണം എടുത്തു പോയി. അപ്പോൾ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട്, ദാ ഈ വീട്ടിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കള്ളന് പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. കള്ളനെ പിറ്റേന്ന് അവിടെ തന്നെ ഈ അലക്ക് പിന്നെ ഡ്രസ്സ് ഇട്ടതിന്റെ കൂട്ടത്തിൽ ഒരു പൊതിയാക്കി അവിടെ വീട്ടിൽ തന്നെ കൊണ്ടിട്ട് പോയ കഥ അടുത്ത് നടന്ന കഥയാ. നടന്ന ഒരു കഥ അറിയാ? ഇഷാൻ അറിയാ? അനിമൽ വോയിസ്. അത് നടന്ന കഥയാണോ? ശരി. അപ്പൊ അങ്ങനെ അപ്പൊ സിനിമയാക്കിയ കഥ. ഇപ്പൊ മൊയ്തീന്റെ കഥ, എന്റെ നാട്ടിലെ കഥ സിനിമയാക്കിയിട്ടുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ ഫിലിം എന്റെ നാട്ടിൽ നിന്നാണ്. അത് നടന്ന കഥയാണ്. അദ്ദേഹം ശരിക്ക് പിന്നെ മലവെള്ളത്തില് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ രക്ഷപ്പെടുത്തിയ ആളുകൾ ഇപ്പോഴും എന്റെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അതിൽപ്പെട്ട കഥാപാത്രം ഇവിടെ നാട്ടില് ഇപ്പോഴും മുക്കത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അതുപോലെ നടന്ന കഥകളുണ്ട്. ഇനി ഒരിക്കലും നടക്കാത്ത കഥകളുണ്ടോ? നടക്കാത്ത കഥ സ്പൈഡർമാൻ നടക്കാത്ത കഥല്ലേ? എടാ, ഏതെങ്കിലും ചിലന്തി കടിച്ചാല് ചിലന്തിയാവോ മനുഷ്യൻ? അങ്ങനെയാണ് പാമ്പ് കടിച്ചാൽ പാമ്പാവൂലേ? പട്ടി കടിച്ചാൽ പട്ടിയാവൂലേ? അങ്ങനൊന്നുമില്ല അല്ലെ? അതൊക്കെ വെറുതെ ഒരു സ്റ്റോറിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പൈഡർമാൻ എന്നുള്ള സ്റ്റോറി. അതൊരു സ്പൈഡർ കടിച്ചു, അത് സ്റ്റോറിയാണ്. ഒരിക്കലും നടക്കാത്ത കഥകളാണ് ഇതൊക്കെ അല്ലെ? അവഞ്ചേഴ്സ് കാണലില്ലേ നിങ്ങൾ? അതൊന്നും ഒരിക്കലും നടക്കാത്ത കഥകളാണ് അല്ലെ? ഒരിക്കലും നടക്കൂല. നിങ്ങൾക്ക് അറിയാം, കാണുന്നവർക്കൊക്കെ അറിയാം അതൊക്കെ വെറുതെയാണ്, തമാശയാണ്, ഇതൊന്നും നടക്കൂല എന്ന്. റിയൽ അല്ല, ഇറ്റ്സ് നോട്ട് റിയൽ ലൈഫ് അല്ല. റിയൽ ലൈഫ് എല്ലാം റിയൽ ലൈഫ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ? അതുപോലെ പക്ഷെ ഈ കഥകളൊക്കെ തുടങ്ങുന്നതിന്റെ നിങ്ങൾക്ക് എത്ര കഥ അറിയാം? ഒരു കഥ അറിയുന്നവർ ഇങ്ങനെ 1 എന്ന് കാണിക്കും, 2 കഥ അറിയുന്നവർ 2 എന്ന് കാണിക്കും, 3 കഥ അറിയുന്നവർ 4 കഥ. നിങ്ങൾക്ക് സ്വാലിഹ് നബിയുടെ കഥ അറിയോ? ഒട്ടകം, ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വന്ന കഥ. മൂസാ നബിയുടെ കഥ അറിയോ? കടല് പിളർത്തിയ കഥ. യൂനുസ് നബിയുടെ കഥ അറിയുന്ന ഒരു കൈബുക്ക്. എന്താ സംഭവിച്ചത്? ഒരു വെയിൽ, ഒരു വലിയ തിമിംഗലം വന്ന് വിഴുങ്ങിയ കഥ അല്ലേ? നോഹ നബിയുടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, കപ്പലിന്റെ കഥ. അതോ ഈ പ്രവാചകന്മാർ 25 നബിമാരുടെ ചരിത്ര കഥകൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ നബിമാരുടെ കഥകൾ അറിയുന്നവരൊക്കെ കൈബുക്ക്, കഥയുള്ളവര് കൈബുക്ക്, അവരാണ് കഥയുള്ളവര് അല്ലെ? ഈ കഥകളൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് ഫലസ്തീൻ എന്ന് കേട്ടവര് കൈബുക്ക്. ഫലസ്തീൻ കേട്ടവര് 15ഓളം നബിമാരുടെ മണ്ണാണത് അല്ലെ? ഇത്ര 50,000-ഓളം കുട്ടികൾ, നിങ്ങളെ പോലെയുള്ള ഇതേ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ, 50,000-ഓളം കുട്ടികൾ, അതിലപ്പുറവും മരണപ്പെട്ടു പോയ സ്ഥലം അല്ലെ? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. ഇപ്പോഴും അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോഴാണ് സമാധാനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രവാചകന്മാർ വന്നിട്ടുള്ള മണ്ണാണ്. ഈ ഹിസ്റ്ററി, ലോക ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഫലസ്തീൻ, റൈറ്റ്? അതുപോലെയുള്ള കഥകൾ ഒരുപാട് നടന്നുപോയി, ഒരുപാട് കഥകൾ. നിങ്ങൾക്ക് നിങ്ങളെ നാടിന്റെ കഥ അറിയോ?
നിങ്ങളെ നാടിന്റെ കഥ അറിയോ? കേരളത്തിന്റെ കഥ അറിയോ? ഇന്ത്യയുടെ കഥ അറിയോ? ഇന്ത്യയില് എത്ര വർഷമാണ് മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചതെന്ന് അറിയോ? ഏകദേശം 800 കൊല്ലം. ഏകദേശം 800 കൊല്ലം മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, റൈറ്റ്. ഒരു കഥയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലായിരുന്നു എന്ന കഥ അറിയോ? പണ്ട് ഇതൊക്കെ ഒന്നായിരുന്നു, പിന്നീട് 2 സ്പ്ലിറ്റ് ആയി പോയതാണ്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ലോകത്തിന്റെ കഥകൾ. നിങ്ങളെ വീടിന്റെ കഥ അറിയോ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കഥ അറിയോ? നിങ്ങൾക്ക് നിങ്ങളെങ്ങനെ ഉണ്ടായത് ആ കഥ അറിയോ? നിങ്ങളെ കഥ അറിയുന്നവരൊന്ന് കൈവക്ക്. നിങ്ങളുണ്ടായ കഥ. ഒരു ദിവസം നിങ്ങളെ ബാപ്പ പോയി എങ്ങോട്ട്? ഒരു ദിവസം നിങ്ങളുടെ ബാപ്പ പോയി എങ്ങോട്ടാ പോയത്? ബാപ്പാന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി എങ്ങോട്ടാ പോയത്? അറിയുന്നൊരു കൈബുക്ക്. നിങ്ങളുണ്ടായ കഥയുടെ തുടക്കാട്ടോ. അയാന് പറ, എന്ത് രസം ഉണ്ടാവും. അയാന് പറ. ഹോസ്പിറ്റലിൽ പോണതിനൊക്കെ മുമ്പത്തെ പോക്കാട് അത് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോണൊക്കെ പിന്നുള്ള കാര്യല്ലേ. നിങ്ങളുണ്ടായ കഥയുടെ ആദ്യത്തെ കഥ ഇവിടെ തുടങ്ങണേ. ഒരു ദിവസം നിങ്ങളുടെ ബാപ്പ ഒരു ദിവസം ഒരു യാത്ര പോയി. ആ യാത്രയുടെ പേരാണ് പെണ്ണ് കാണാൻ പോക്ക്. ബൈക്കിലാണോ പോയത്? കാറിലാണോ പോയത്? ബസ്സിനാണോ? ഫ്ലൈറ്റിനാണോ? ട്രെയിനിനാണോ? സൈക്കിളിലാണോ? വാപ്പാനോട് ചോദിച്ചു നോക്ക്, വാപ്പ ഉള്ളവരോട്. അപ്പൊ വീട്ടിലുണ്ട്, ചോദിച്ചു നോക്ക്. ഉത്തരം കിട്ടിയവര് കൈവക്ക്. ഉത്തരം കിട്ടിയവര് പോവാതെ കിട്ടിയാ? എങ്ങനെ? കാറിൽ പോയി. മിക്കവാറും കാറിലെ ആളുകൾ പോവാ അല്ലേ? നമ്മൾ നല്ല സ്റ്റാൻഡേർഡാന്നൊക്കെ എല്ലാവരും കാണട്ടെ. വൈഫ് ഹൗസ് ഉള്ളവരൊക്കെ കാണട്ടെ. കാറിൽ നല്ല സെറ്റപ്പിൽ നല്ല കാറിലൊക്കെയാണ് പോവാ. റനീഷ എങ്ങനെ പോയത്? ബസ്സിലാണ് പോയത്. ബസ്സിലാണ് കാണാൻ പോയത്. അതിനാണ് പെണ്ണ് കാണൽ ചടങ്ങ്. അതായത് നിങ്ങളുടെ ഉമ്മാനെ കാണാൻ നിങ്ങളുടെ ബാപ്പ ഒരു ദിവസം പുറപ്പെട്ടു. അന്ന് നിങ്ങൾ എവിടെയാണെന്നറിയോ? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ അന്ന് ടൂർ പോയതല്ലേ? അതോ നിങ്ങൾ എവിടെയാന്ന് ആർക്കെങ്കിലും അറിയാം? ആൻസർ ഉണ്ടവര് പറ. നിങ്ങളെ വാപ്പ നിങ്ങളെ ഉമ്മനെ പെണ്ണ് കാണാൻ വേണ്ടി പോയ അന്ന് നിങ്ങൾ എവിടെയാണ്? ജവഹർ. ഉമ്മാന്റെ വയറ്റിൽ. ഉമ്മാന്റെ വയറ്റിൽ. അപ്പൊ തന്നെ വയറ്റിലായി. പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ വയറ്റിലാവിടാ. അതൊക്കെ മോശം മീനിങ് ഉള്ള കാര്യങ്ങളാട്ടോ. ആലോചിച്ചിട്ട് പറയണം. നമ്മൾ ഈ നാവുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് പറയരുത് കേട്ടോ. ഓക്കെ. ബാപ്പ ഉമ്മനെ പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ നീ വയറ്റിൽ കയറിയോ? ജവഹറയുടെ പോയോ? വീഡിയോ ഓഫാക്കി പോയി തോന്നുന്നു. പറഞ്ഞ ശേഷമായിരിക്കും പിന്നെ അവനത് മനസ്സിലായി. അല്ലെ, അവിടെ ഉണ്ട്. എടാ, നീ ആലോചിച്ച അതിന്റെ മീനിങ് മനസ്സിലായില്ലപ്പോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇനി പറ, എവിടെയായിരുന്നു? അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. കറക്റ്റ് അല്ല. ആൻസർ കറക്റ്റ് അല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റസാൻ. സ്വർഗത്തിലാണെന്ന്. അതായത് ആദം നബി സ്വർഗത്തിലായിരുന്നല്ലോ, ഞങ്ങളും അവിടെ ആയിരിക്കും. ഞങ്ങൾ അവിടെ മൊത്തം ഫാമിലി ആയിട്ട് നിൽക്കുകയായിരിക്കും. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഉമ്മാന്റെ വയറ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണെന്നാണ് റസാൻ. അത് റസാന്റെ ഒപ്പീനിയൻ പറയണേ. നിങ്ങൾ പിന്നെ ഈ ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒപ്പീനിയൻ പറയരുത് കേട്ടോ. നിങ്ങൾ റിയൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വേണം പറയാൻ. റൈറ്റ്. അപ്പോ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ വീട്ടില് ഉമ്മക്ക് കുഞ്ഞുവാവുണ്ടോ വയറ്റില്? ഉള്ളവര് കൈപോക്ക്. ആരുണ്ടോ? എന്ന് വെച്ചാ നിങ്ങളെ ഉമ്മാക്ക് ഇപ്പൊ വയറ്റിലുണ്ടോ? വയറ് വീർത്ത് കിടക്കുന്നുണ്ടോ? പ്രഗ്നന്റ് ആണോ? അതാണ് ചോദ്യം. ഉണ്ട്. ഉള്ളവര് ആലോചിച്ച് നോക്കൂ. ഇനി ഇല്ലാത്തവർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളെ വീട്ടിൽ ഇനി ഒരു കുഞ്ഞാവ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ കൈപോക്ക്. നിങ്ങൾക്ക് ഇനി ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാവാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ കൈപോക്ക്. ഇഷ്ടമുണ്ടല്ലോ. ഓക്കെ. ആ അനിയത്തി ഇപ്പൊ എവിടെയാണ്? വയറ്റിലില്ലല്ലോ. വയറ്റിൽ വരുന്നതിന്റെ മുമ്പുള്ള സ്റ്റേജ് എവിടെയാണ്? അതിനെയാണ് റൂഹ്. നമ്മൾ അന്ന് ആ സമയം നമുക്ക് റൂഹാണ്. റൂഹ്, നമ്മുടെ ബോഡിയിൽ റൂഹ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ റൂഹ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബോഡിയിലുണ്ട്. റൂഹ്. ഓക്കെ. ഈ റൂഹ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഈ റൂഹുകളുടെ ആലമുൽ അർവാഹ് വെച്ച ഒരു ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായത്. ആദ്യം നമ്മൾ ഉണ്ടായത്. പിന്നെയാണ് നമ്മൾ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ
പിന്നെ ജീവിതത്തിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ജൗഹർ പറഞ്ഞല്ലോ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന്. എത്ര കാലമാണ് ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ ജീവിച്ചതെന്ന്? നിങ്ങൾ എത്ര വർഷമാണ്, എത്ര ഇയേഴ്സ് ആണ് നിങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്? എത്ര ഇയർ ആണ്? അറിയുന്നവർ കൈവക്ക്. 10 years, 5 years. അലി, നീ എത്ര ഇയർ ആടാ നിന്റെ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ? അലി, 10 years, രണ്ട് പനി 15 years ആ? എത്ര ഇയർ ആണ്? എനിക്ക് 8 ആയിട്ടുള്ളൂ. അല്ല, എൻ്റെ 8 ഇയർ. നീ ഇപ്പൊ എൻ്റെ ഏജ് 8 വയസ്സ്. ഈ ആ. 8 വയസ്സിന്റെ മുമ്പ് ഉമ്മയുടെ വയറ്റിലല്ലായിരുന്നോ നീ ഉണ്ടായിരുന്നത്? ആ. അല്ലെ? ആ ഉമ്മാന്റെ വയറ്റിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അതറിയില്ല. അതറിയില്ല. ഇപ്പൊ ഞാൻ പുറത്ത് വന്നിട്ട് 8 വർഷമായി. പക്ഷെ ഉമ്മാന്റെ വയറ്റിൽ എത്ര ഇയർ ആണെന്ന് അറിയില്ല. നെയ്ല, 9 മാസം 10 ദിവസം. അത് ഒരു കറക്റ്റ് ആക്ച്വൽ കണക്കാണ് പറഞ്ഞത് അല്ലെ? 10 മാസം 12 മാസം ഒന്നും ഒരു വർഷം ഒന്നും ഒരാളും വയറ്റിന്റെ ഉള്ളിൽ കിടക്കൂല. ഓക്കെ, കുത്തിക്കീറി പുറത്തെടുക്കും. ഓക്കെ, കുത്തിക്കീറി പുറത്തെടുക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർജിക്കൽ ബ്ലേഡ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ കാണിച്ചേ, ഈ വിരൽ കാണിച്ചേ, ഇങ്ങനെ കാണിക്കും. നിങ്ങളെ വിരലിന്റെ അത്ര അല്ല, കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും. ഇതാണ് സർജിക്കൽ ബ്ലേഡ്. കണ്ടിട്ടുണ്ടോ? ഇത്ര വലുപ്പം ഇതല്ലട്ടാ, ഇത്ര വലുപ്പേ ഉണ്ടാവുള്ളൂ. സർജിക്കൽ ബ്ലേഡ്, വയറൊക്കെ കീറി മുറിക്കുന്ന സർജറി ചെയ്യുന്ന ബ്ലേഡ് കണ്ടവരിങ്ങനെ കൈ കാണിക്ക്. കത്തിയല്ലടാ, ചെറിയ ബ്ലേഡ്. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ചെറിയ ബ്ലേഡ് ഉണ്ട്. ചില സിനിമയിലൊക്കെ അത് കാണിക്കും. ഓക്കെ, റൈറ്റ്. ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് വയറ് കീറിയിട്ട് പുറത്തെടുക്കും അല്ലെ? നിങ്ങൾ നാച്ചുറൽ ആയിട്ട് പുറത്തു വന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ കീറി മുറിച്ചെടുത്തതാണോ? കീറി മുറിച്ചെടുത്തവരൊക്കെ കൈപൊക്ക്. സിസേറിയൻ നടത്തി മുറിച്ചെടുത്തവര്, കീറി മുറിച്ചെടുത്താ നിങ്ങളെ? ആദിലെ, നിന്നെ അങ്ങനെ നീ പുറത്ത് വന്നതാണോ, ഇറക്കിയതാണോ? സർജറി. ആദിലിനെ സർജറിയാ? ഹുദയോ? ഇതൊക്കെ ടൈം ആകുമ്പോ ഹുദ ഇറങ്ങി പോകുന്നത്. ആദിലാകുമ്പോ ആദിൽ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി അതിന്റെ ഉള്ളിൽ കുത്തിരിക്കാന്ന് വിചാരിച്ചു. അവനെ കീറി മുറിച്ച് പുറത്തെടുത്തു. ഇഷാൻ? സർജറി. സർജറി പറയാൻ നല്ല രസമാണ് കേട്ടാ. ഇത് കീറുകയാണ് ചെയ്യാ. എടാ, നിങ്ങൾ ഏകദേശം ഇത്ര വലുപ്പം ഉണ്ടാവില്ലേ? ഒരു 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 പൂച്ചയുടെ വലുപ്പം ഉണ്ടാവില്ലേ സംഭവം അല്ലെ? ആ സമയത്ത് ഒരു പൂച്ചയുടെ വലുപ്പമുള്ള, ഒരു കാറ്റിന്റെ വലുപ്പമുള്ള നിങ്ങളെ ഒരു ഉമ്മാന്റെ വയറ്റിന്ന് പുറത്തെടുക്കണ എത്ര വലിയ കീറൽ കീറണം, മുറിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് അല്ലെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക അല്ലേ? സർജറിക്കാരൊക്കെ കൈപോക്ക്. ഉമ്മാനോട് ചോദിക്ക് പോയിട്ട്, ഞാൻ ഇറങ്ങി വന്നാണോ, എന്നെ വിളിച്ച് ഇറക്കിയതാണോ, അല്ല എന്നെ വിളിച്ച് ഇറക്കിയതാണോ, എന്നെ ഇറങ്ങി വന്നതാണോ? അയാന് സ്വന്തം ഇറങ്ങി പോന്നാണോ? അല്ല, ഇറക്കിപ്പിച്ചു. അല്ലടാ, ഇറക്കിപ്പിച്ചിട്ട് പോലും നിന്റെ സ്വഭാവം ഇങ്ങനൊക്കെ ആയാ മതിയോ? ഈ ഇറങ്ങി വന്നവര് അത്ര പെയിനില്ല. ഇറക്കിയവരെ കീറി മുറിച്ചെടുത്ത് വേദന സഹിച്ച് കൊണ്ടുവന്ന് പുറത്ത് വന്നിട്ടേ. ആഫിയ, ആ. എങ്ങനെ വന്ന്? സർജറി. സർജറി. റസാൻ? സർജറി. ഷെഹസാദ്? സർജറി. സിസേറിയൻ, കീറി മുറിച്ചെടുക്കുക അല്ലെ? അല്ലാ. ഈ സ്വന്തമായിട്ട് ഇറങ്ങി വന്നവരൊക്കെ കൈവോക്ക്. ഞാനും സ്വന്തമായിട്ട് വന്നാണ്. സ്വന്തമായിട്ട് വന്നവരൊക്കെ കൈവോക്ക്. ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നവര്. ഒറ്റയ്ക്ക് ഇറങ്ങി പോരുമ്പോ ഒരു കേബിൾ കണക്ഷൻ ഉണ്ടാവും, അതറിയാ? ഒരു കേബിൾ കണക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാവും. ഉമ്മന്റെ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് ഒരു വയർ ഉണ്ടാവും അല്ലെ? ഒരു പൈപ്പ് കണ്ടിട്ടുണ്ടോ? പൈപ്പ് കണ്ടവരൊക്കെ കൈവോക്ക്. ഇത് നമ്മുടെ കഥയാട്ടോ, നമ്മുടെ കഥയാണ്. ആ പൈപ്പ് എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. ചെവിയിലേക്ക്, മൂക്കിലേക്ക്, വായയിലേക്ക്, എവിടേക്കാണ് ആ കേബിൾ കണക്ഷൻസ് ഉണ്ടാവുക? കണക്ഷൻസ് ഇല്ല, ഒരു കണക്ഷനേ ഉണ്ടാവുള്ളൂ, ഒറ്റ കണക്ഷൻ അല്ലെ? ഉമ്മാന്റെ വയറ്റിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോ സ്വയം ഇറങ്ങി വരുന്നതോ അല്ലെങ്കിൽ നമ്മളെ കീറി മുറിച്ച് പുറത്തെടുത്താലോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു വയറ്, ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് ഒരു വയറുണ്ടാവും. അത് പിന്നെ നേഴ്സ് വന്ന് കട്ട് ചെയ്യാ. കട്ട് ചെയ്ത് മുറിച്ച് ഒഴിവാക്കും. അതെങ്ങോട്ടേക്കാണ് ആ വയറ് പോവാ? മുനീബ് പറ. പൊക്കിള് എവിടെയാണ്? നമ്മുടെ വയറ്റത്താണ് പൊക്കിളുള്ളത് അല്ലെ? ഓക്കെ,
അപ്പൊ പൊക്കിള് ആ ഒരു അടയാളാണ്. ഇനി ആരെങ്കിലും പറയാം ഞാൻ അങ്ങനെയല്ല ഉണ്ടായത്, ഞാനൊരു ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വീണതാണ്, അങ്ങനൊക്കെ ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള പൊക്കിള് നോക്കിയാൽ മതി, ഇത് അതിന്റെ അടയാളമാണ് അല്ലേ. അപ്പൊ ആ പൊക്കിളിന്റെ അടയാളം അവിടെ കിടക്കുന്നത് ഉമ്മാന്റെ വയറുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ആ ഒരു ബന്ധം അവിടെ കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ കഥ അല്ലേ. ഈ നമ്മുടെ കഥ അവിടെയാണ് നമ്മൾ തുടങ്ങുക. അതോടുകൂടി നമ്മൾ പുറത്തെത്തി. പിന്നെ അങ്ങോട്ടുള്ള കഥയുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ ബാങ്ക് കൊടുക്കാനായി, അതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. നോക്ക്, ഈ ഇന്ന് നോമ്പ് നോറ്റവരൊക്കെ കൈപൊക്ക്, നോമ്പെടുത്തവര്, ഇന്ന് നോമ്പെടുത്തവര്. ഓക്കെ, ഒരു കുട്ടി മാത്രം നോമ്പ് വിൽക്കാത്തുള്ളൂ, അവന് സുഖമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നു. ഓക്കെ, മാഷാ അല്ലാഹ്. ഇങ്ങനെ പറഞ്ഞോ, റബ്ബന തഖബ്ബൽ മിന്ന. ഈ ദുആ പഠിച്ചു വെക്ക് കേട്ടോ. റബ്ബന സിമ്പിൾ ആണ്. റബ്ബന തഖബ്ബൽ, കബൂൽ ചെയ്യണേ, മിന്ന, ഞങ്ങളിൽ നിന്ന് ഇത് കബൂൽ ചെയ്യണേ എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കണം. അത് ദുആ ചെയ്യാം. നോമ്പ് നോറ്റാൽ മാത്രം പോരാ, ദുആ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിയത്ത് പോലെ പ്രധാനമാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കബൂൽ ചെയ്യാം. ഇന്നലെ തറാവീഹ് നിസ്കരിച്ചവരൊക്കെ കൈപ്പൊക്ക്. ഇന്നലെ തറാവീഹ് നിസ്കരിച്ചവർ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇന്ന് തറാവീഹ് നിസ്കരിക്കാൻ പോകുന്നവർ കൈപ്പൊക്ക്. ഇൻഷാ അല്ലാഹ് പോകുന്നുള്ളവർ. ശരി. ഇന്ന് ഖിയാമുൽ ലൈൽ നിസ്കരിക്കും എന്നുള്ളവർ കൈപ്പൊക്ക്. ചിലർക്ക് അറിയില്ല ഖിയാമുൽ ലൈൽ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ചുകൂടെ നിങ്ങൾ ഈ സുബൈക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി എണീക്കൂലേ രാവിലെ, ആ ഒരു സമയത്ത് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് സമയം. ആ സമയവും 2 മണിക്ക് ശേഷമാണ് നല്ലത്. നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിസ്കരിക്കുക. ഇന്ന് ഖുർആൻ ഓതിയവർ കൈബുക്ക്. ഖുർആൻ ഓതിയവർ മാഷാ അല്ലാഹ് എല്ലാവരും ഓതി. ജുസ് തീർത്തവരുണ്ടോ? ഒന്നാം ദിവസം 2-ാം ദിവസം 2 ജുസ്, 1-ാം ദിവസം 1, ഒരു ജുസ് ഖത്തം ചെയ്യുന്ന ആരൊക്കെയുള്ളത്? ഖത്മുൽ ഖുർആൻ കംപ്ലീറ്റ് ഇങ്ങനെ ഓതി വരിക കേട്ടോ. ഓതുന്നവർ ആ ഒരു ജുസ് ഒരു ദിവസം, സിമ്പിൾ ആണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഒരു 5 പേജ് ഓതുക. ഓക്കെ, ഒരു നിസ്കാരം കഴിഞ്ഞാൽ 5 പേജ് ഓതിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, 20 പേജ് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. വെരി ഈസിയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞാൻ ക്ലാസ്സിന്റെ സമയം, ഈ ക്ലാസ് നടക്കുന്നതിന്റെ സമയം ഇഫ്താർ കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ട് ഇഷാ ബാങ്ക് വരെ. ഇപ്പോൾ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് മിനിറ്റ്, 2-3 മിനിറ്റേ ഉള്ളൂ അല്ലേ. 2 മിനിറ്റ് കൊണ്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്താൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. ഈ ക്ലാസ്സിന്റെ സമയം എപ്പോഴാണ് തുടങ്ങുക? ഇഫ്താറിന് തുടങ്ങിയിട്ട്, ഇഫ്താർ കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ട് നോമ്പ് തുറന്ന ഉടനെ നിങ്ങൾ ക്ലാസ്സിൽ വരിക. എന്നിട്ട് ഈ ബാങ്കോട് കൂടി ഇത് നിർത്തും. ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ദുആ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇഷ കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. രാത്രി 11:30 വരെ ഈ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്ലാസ് മീൻസ് ഖുർആൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പഠിച്ചവർ വന്നിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നോമ്പിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയും, നോമ്പിന് കണ്ണ് കാണാൻ പാടില്ലാത്തത് കാണരുത്, ചീത്ത പറയരുത്, വഴക്ക് പറയരുത്, ചൂടാകരുത്, എല്ലാം കൺട്രോളിൽ വേണം, എന്നാലും നോമ്പ് പൂർത്തിയാവും. ചെവി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇന്ന് നമ്മൾ കഥയാണ് പറയാൻ തുടങ്ങിയത്. ഒന്നാമത്തെ കഥ, ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹി സ്വലാമിന്റെ കഥ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ കഥയൊന്ന് ചെറുങ്ങനെ തുടങ്ങി വെച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. ദുആ ചെയ്യാണ്. അല്ലാഹുവേ, ഇങ്ങനെ കൈവച്ച് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ഇങ്ങനെ കൈവെക്ക്. ഇങ്ങനെ കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ 2 ഗുണമുണ്ട്. വേറൊന്നും ചെയ്യില്ല, പ്ലസ് ദുആക്ക് ആമീൻ പറയുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ആമീൻ പറയാം അല്ലെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ പറ. അല്ലാഹുവേ, ഞങ്ങളുടെ പാരൻസിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും നോമ്പ് കബൂൽ ചെയ്യണേ അല്ലാഹ്. ലോകത്ത് ഈ നോമ്പ് നോറ്റ 2 ബില്യൺ മുസ്ലിംസിന്റെ നോമ്പിനെ അല്ലാഹുവെ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവെ, മുഴുവൻ നോമ്പും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല രീതിയിൽ നോൽക്കാൻ അല്ലാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ നിസ്കാരവും ഒരു മടിയില്ലാതെ, ക്ഷീണമൊന്നുമില്ലാതെ നിസ്കാരവും നോമ്പും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവെ, ഒരു അസുഖങ്ങളൊന്നും നൽകല്ലേ അല്ലാഹ്. എന്തെങ്കിലും അസുഖം ഞങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഷിഫയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ, ഈ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഒരു കുട്ടി ഇതിലിപ്പോൾ പറഞ്ഞു പനി ആയതുകൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അസുഖങ്ങൾ വന്ന് ഈ വർഷത്തെ നോമ്പ് ഏതെങ്കിലും ഒന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വരാതെ അല്ലാഹു ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, അസുഖമായിട്ട് നിൽക്കുന്ന കിടപ്പിലായ രോഗികളുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ടോ? കിടപ്പിലായവരുണ്ടോ? പ്രായമായവരുണ്ട്. അസുഖമുള്ളവർ നോമ്പ് നോൽക്കൽ നിർബന്ധമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ അസുഖം ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹുവെ ഞങ്ങളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, അല്ലെ? നേരത്തെ ഉപ്പാന്റെ ഉപ്പാനെ പറഞ്ഞപ്പോൾ അതുപോലെ ഉമ്മാന്റെ ഉമ്മാനൊക്കെ, വല്യമ്മൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ? വല്യമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടോ? വല്യപ്പ മരിച്ചു പോയിട്ടുണ്ടോ? അവരൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? അവരൊക്കെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവര്, അങ്ങനെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹുവെ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. അള്ളാഹുവെ എക്സാം നടക്കുന്ന സമയമാണ്, അല്ലെ? എക്സാമിന് നന്നായിട്ട് പഠിക്കാനും മാർക്ക് വാങ്ങാനും, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സ് തരണേ അള്ളാഹ്. ഉപകാരപ്പെടുന്ന നാഫിയായിട്ടുള്ള അറിവ് നൽകണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. ഞാൻ സലാം പറയുന്നു, ഒരാൾ സലാം മടക്കുക, അയാൾക്ക് ലീവ് ചെയ്യുക. സലാം മടക്കിയവർ ഇങ്ങനെ ലീവ് ചെയ്ത് പോവാട്ടോ. ഒരാൾ സലാം പറയും, മടക്കുമ്പോ മറ്റേയാൾ സലാം മടക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.